Good morning everyone. Hope you all are doing good. I am also good. ഇന്ന് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് മെയ്ഡ് ലീവാണ്. സോ ഞാനിപ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തു എനിക്കും ഐശ്വനും വേണ്ടിയിട്ട്. ഡെയിലി നമ്മൾ ഓർഡർ ചെയ്തൊന്നും കഴിക്കുന്നില്ലല്ലോ. സോ ഇപ്പോൾ ഓർഡർ താഴെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ നിന്ന് കൊണ്ടുവരും. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അലൗഡ് അല്ല. കോവിഡിന് ശേഷം ആരും നമ്മുടെ ഇങ്ങോട്ട് മുകളിലേക്ക് വരാൻ അലൗഡ് അല്ല. ഫ്ലാറ്റിൻ്റെ താഴെ അവിടെ ഡെലിവറി ചെയ്തിട്ടാണ് പോവുക. ഇനി അത് എന്ത് ഡെലിവറി ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയാലും എന്തായാലും അവർ താഴെ ഡെലിവറി ചെയ്യുള്ളൂ. അവരൊരിക്കലും മുകളിലേക്ക് വന്നിട്ട് കൊണ്ടുവരാൻ അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫുണ്ട്. മോസ്റ്റ്ലി ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ പ്രിഫർ ചെയ്യാറ്. പക്ഷേ 8:30 ആകുമ്പോൾ സ്റ്റാഫ് എത്തും. അപ്പോൾ അക്കോർഡിംഗ്ലിയാണ് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പോൾ ടൈം 8:45 കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടാവും. താഴെ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് എൻ്റെ ഇന്നലെ 4:30 ആകുമ്പോൾ ഞാൻ കഴിച്ച് നിർത്തി. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് നേരം എടുത്ത് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ 16 14 hours അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ 6 മണിക്ക് മുമ്പ് നമ്മുടെ ഫാസ്റ്റിങ് നിർത്തിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നും നമുക്കത് പോസിബിളാണോ? അല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഹോളിഡേന് പോവുകയാണ്, അപ്പോൾ അന്ന് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴും നമ്മൾ രാത്രി കഴിച്ചു ഇനി 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തേ കഴിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇപ്പോൾ നമ്മുടെ ഓർഗാൻസിനൊക്കെ ഇപ്പോൾ പുതിയ ഒരു ഫൈൻഡിങ് അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗാൻസിനൊക്കെ ഭയങ്കര ഹാംഫുള്ളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. 6 മണിക്ക് മുമ്പ് ഞാൻ നിർത്തും. ചിലപ്പോൾ അത് 4:30 ആവാം, ചിലപ്പോൾ ഒരു 5 ആവും, ചിലപ്പോൾ 5:30 ആവുമ്പോൾ. എന്നാലും അത് 6 മണിക്ക് മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ഊട്ടുപുര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ്സ് അധികം ഓർഡർ ചെയ്യുക. ഊട്ടുപുരയും അതുപോലെ ആര്യാസ് പാർക്ക്. അതാണ് ഇവിടെ എൻ്റെ വെജിറ്റേറിയനിലെ ഏറ്റവും ഫേവറേറ്റായിട്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നോൺ വെജോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് നോൺ വെജ് ഇൻ കൊച്ചി. ഞാനിപ്പോൾ എൻ്റെ നാട് ഷൊർണൂർ അവിടെയൊക്കെ ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ള പോലെ അങ്ങനെ എനിക്ക് ഒരിക്കലും കൊച്ചിയിൽ നോൺ വെജ് ഇവിടെ വാങ്ങിക്കഴിക്കാൻ പറ്റില്ല. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടേ ഇല്ല ഇവിടെ കഴിക്കാൻ. കാരണം നോൺ വെജ് വാങ്ങിക്കഴിക്കും ഇപ്പോൾ നമ്മൾ കുറേ ഫുഡ് പോയ്സൺ ഇത് ഓൾഡ് സ്റ്റോക്ക് അവർ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. വെജാണെങ്കിൽ നമ്മൾ വിചാരിക്കാം നമുക്ക് അത്രയും ഫുഡ് പോയ്സൺ ഒന്നും ആവില്ല നമ്മൾ വിചാരിക്കാം. പിന്നെ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അവിടെ ക്ലെൻലിനെസ് എല്ലാം നന്നായിട്ട് നോക്കണ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ പോയി കഴിക്കാറുണ്ട്. ഒരുവിധം എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ഇപ്പോൾ വാങ്ങാൻ തന്നെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിലാണ് ഊട്ടുപുര. കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പനമ്പള്ളിയുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ മുകളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം സ്റ്റാഫ് ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ബിസിയാണ്. സോ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ 2 മക്കളുടെയും ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ആദ്യം വരുന്നത് ഐശ്വര്യൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ ക്രിസ്മസ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ചെറിയ ഹോളിഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഹെയർ കട്ട് നെയിൽസൊക്കെ ചെയ്യാൻ പോയപ്പോൾ. അതുകൊണ്ടല്ല, അതെല്ലാം എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് വ്ളോഗിലൂടെ എടുക്കാൻ കാരണം ഈ ഒരു പ്ലാനാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയില്ലേ എവിടെയാണെന്നല്ല, പക്ഷെ ഈ വ്ളോഗ്സ് കാണണം. ഇപ്പം ഞാൻ ഇടുന്ന വ്ളോഗ്സ് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് പോവാന്നുള്ളത്. ലാസ്റ്റ് ഹോളിഡേ പോവാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? പാക്കിങ്. ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. ഇപ്പോൾ ബർത്ത്ഡേ വരാൻ പോവാണ്, ക്രിസ്മസ് വരാൻ പോവാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയറിന് മിക്കവാറും ഞങ്ങൾ നിൽക്കണ്ടാവില്ല. കാരണം എനിക്ക് ന്യൂ ഇയർ കൊച്ചി തന്നെ ചെയ്യണമെന്നാണ്. ന്യൂ തുടക്കമല്ലേ നമ്മുടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആവട്ടെ, നമ്മുടെ നാട്ടിൽ തന്നെ ആവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എന്താ ന്യൂ ഇയർ പ്ലാൻസ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് കാലമായിട്ട് ഇപ്പോഴാണ് ഒരു വെക്കേഷൻ പ്രോപ്പർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ദോഹ, ദുബായ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഭയങ്കര ഇതിന് ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇതുപോലെ ഒരു വെക്കേന് പോയത് അതർ ദാൻ ദോഹ, ദുബായ് വെക്കേഷനായിട്ട് ഞങ്ങൾ പോയത് അമൃത്സറാണ്. അത് 2022 ഞാൻ പോയത്. ഭയങ്കര നല്ല ട്രിപ്പായിരുന്നു. അമൃത്സർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിവൈൻ പ്ലേസ് ആണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. ഭയങ്കര എന്നോട് ഞാൻ എവിടെ നിന്ന് ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്തെന്നുള്ളത് ഇൻബോക്സ് ചെയ്യാണ്. എനിക്ക് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കി വെച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. എല്ലാവരും അമൃത്സർ പോകണം.
ഭയങ്കര ഡിവൈൻ പ്ലേസ് ആണ്, ഭയങ്കര നല്ല സ്ഥലമാണ്. പിന്നെ അവിടെ നമുക്ക് ചുരിദാർ പീസൊക്കെ ആയാലും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും റെഡിമെയ്ഡ് ആയാലും, അതുപോലെ ജൂത്തീസൊക്കെ നല്ല ചുരിദാറിനൊക്കെ ഇടാനുള്ള നല്ല നല്ല ജൂത്തീസൊക്കെ അവിടെ അധികം എക്സ്പെൻസീവ് അല്ലാതെ കുഴപ്പമില്ലാതെ, പക്ഷെ എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാനാണെങ്കിൽ കിയൂന് ഗൗതൂന് ഞങ്ങൾ എല്ലാവർക്കും ഷോപ്പ് ചെയ്തു. ഭയങ്കര ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു അത്. അതേപോലെ ഇനിയും കുറേ ട്രിപ്പ് പോകണമെന്നുണ്ട്. ഈ ഒരു വെക്കേഷൻ ഇതൊരു ഇങ്ങനത്തെ ഡിവൈൻ പ്ലേസ് ഒന്നല്ല, ഇതൊരു ഹോളിഡേ മൂഡാണ് ടോട്ടലി. ലെറ്റ്സ് പാക്ക്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ടൈം 2:30 മണിയാണ്. ഇപ്പോൾ ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ നേരത്തെ കിടന്ന് ഉറങ്ങാൻ ഉള്ള ഒരു ശീലം എപ്പോഴും ഉറക്കേ വരുന്നില്ല. 12 എന്താ അറിയില്ല, പോണോണ്ടാന്ന് തോന്നുന്നു. ഒട്ടും ഉറക്കം വന്നില്ല. അപ്പോൾ ഒരു 2 hours കൂടി ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ ഉറങ്ങാമെന്നാണ് വിചാരിക്കണത്. ഇപ്പോൾ ഐശു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളോട് പറയാം ഞാൻ ഇപ്പോൾ റെഡിയായി പോകാൻ പോവാണെന്നുള്ളത്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങുമെന്നാണ് വിചാരിക്കണത്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ എനിക്ക് ടൈം കിട്ടുമോ ഇല്ല എന്നുള്ളത്. കുറച്ചൊരു ദിവസത്തിന്, അത്ര ദൂരത്തേക്കൊന്നുമല്ല, അടുത്തേക്ക് തന്നെയാണ് പോണത്. വെക്കേഷനാണ്. ഞാൻ പൊതുവെ എവിടെ പോയാലും വെക്കേഷനൊന്നും വ്ളോഗൊന്നും എടുക്കാറില്ല. ഞാൻ ഇപ്പോൾ ദുബായിലും ദോഹയിലും എനിക്കങ്ങനെ എടുക്കാൻ പറ്റാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പ്രൈവറ്റ് പേഴ്സണാണ്. ഞാൻ എൻജോയ് ചെയ്യണതിലാണ് ഞാൻ അധികം വ്ളോഗിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ബട്ട് എനിക്കിപ്പോൾ തോന്നുക വ്ളോഗിങ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഓൺലി. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരും ഇപ്പോൾ നമുക്ക് വീട്ടിലില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വ്ളോഗ് ത്രൂ അപ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൺലി. ഇപ്പോൾ നമ്മുടെ ലോകം ഇമ്പ്രൂവ് ആകുമ്പോൾ ഓരോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ല തന്നെയാണ് വ്ളോഗിങ്. ടൈം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ആൾക്കാർ ഇപ്പോൾ എത്രയോ യങ്സ്റ്റേഴ്സൊക്കെ വെറും വ്ളോഗ് മാത്രം ചെയ്യണു, ഒരു ജോലിയും ചെയ്യാതെ വെറും വ്ളോഗിങ് മാത്രം. അത് അവരുടെ പേഴ്സണൽ ലൈഫിന് അത് നല്ലതാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രിക്ക് അത് നന്നല്ല. കാരണം എല്ലാവരും വ്ളോഗിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വേറെ ജോബുകളൊക്കെ വേണ്ടേ. അപ്പോൾ എല്ലാവരും പേർക്ക് ഈസി വേ ആണ് വ്ളോഗിങ്. പക്ഷെ അല്ല, എല്ലാം വേണം, എല്ലാ ജോബിനും ആൾക്കാർ വേണം. വ്ളോഗിങ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഒരു സൈഡ് ഇതുപോലെ എടുക്കുകയാണ് നല്ലത്. അവർ പഠിക്കുന്നവരാണെങ്കിൽ നല്ല പ്രൊഫഷണൽ കോഴ്സ് തന്നെ ചെയ്ത് നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഡോക്ടർ ഉണ്ടാവില്ല. എല്ലാവരും വ്ളോഗ് എടുത്ത് നടക്കുകയാണെങ്കിൽ ആര് നാളെ ഡോക്ടറാവും, ആര് നാളെ എൻജിനീയറാവും. നോക്കാം, ഇയർ എനിക്ക് ഇടാൻ പറ്റുമോ, കുറച്ചൊക്കെ ഇടാൻ പറ്റുമോ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. എനിക്കറിയാം വ്ളോഗ് വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും കമൻറ്റ് ചെയ്യുന്നില്ല. സോ ഞാൻ പറയണു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഇടണം. അതൊരു എൻകറേജ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കൊരു നമ്മുടെ വ്ളോഗ് കണ്ടവരെന്തോ എന്തെങ്കിലും കമൻറ്റ് ഇട്ടു, അത് നിങ്ങൾ നെഗറ്റീവായാലോ പോസിറ്റീവായാലും ശരി, ഇറ്റ്സ് ഗുഡ് വേയിൽ ഞാൻ എടുക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഫ് യു റിയലി ലൈക്ക് മൈ വ്ളോഗ് യു ക്യാൻ ലൈക്ക് ചെയ്യേണ്ടി വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. നിങ്ങൾ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ളത് എനിക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സോ ഐ ആം റിക്വസ്റ്റിംഗ് യു, ഇഫ് യു ലൈക്ക് മൈ വ്ളോഗ് പ്ലീസ് ലൈക്ക് ഇറ്റ്, ആൻഡ് ഇഫ് യു ക്യാൻ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്, ആൻഡ് ഇഫ് യു ലൈക്ക് ടു ഷെയർ ദെൻ ഷെയർ ഇറ്റ്. ബാഗ് റെഡിയായി, ഐശു റെഡിയായി. ഇതാണ് ഐശുവിൻ്റെ ലുക്ക് ഓഫ് ദ ഡേ. ലുക്ക് ഓഫ് ദ ഡേ. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി. ദിവസമായുണ്ടെന്ന് തോന്നുന്നു, ഫുൾ എയർപോർട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ്സാണ് ഫുള്ള്. കുറച്ച് നേരത്തെയാണ് എത്തി. ഐശു ലൈറ്റ്
നമ്മൾ നേരത്തെ എത്തിയില്ലേ? എത്രയായി ടൈം ഇപ്പോൾ? 4:10. ഓക്കെ.